ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്തതാണേ. ആരുടെയാണെന്നൊക്കെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ മേക്കപ്പ് എങ്ങനെ ഇഷ്ടമായോ? തൃഷയുടെ ഈ ഒരു ലുക്കാണ് റിക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ആകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആണെന്നോ ഒന്നുമല്ല. എൻ്റെ ഒരു വേർഷനിൽ ഞാനൊന്ന് ഒരുങ്ങി നോക്കുവാണ്. ആ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ എൻ്റെ ഫേസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫേസിലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഫേസിൽ ഒത്തിരി ഡാർക്ക് സ്പോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇൻസൈറ്റിൻ്റെ കളർ കറക്റ്ററാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത്, ഞാൻ ഫൗണ്ടേഷൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല, ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫുള്ള് ആ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തു. ഇപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ഇച്ചിരി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. മേക്കപ്പൊക്കെ ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്ത് ഫിനിഷും നമുക്ക് തരും. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിത് അറിയില്ലായിരുന്നു. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞ കേട്ടോ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലാക്മേയുടെ ലൂമി ലിറ്റ് ഹൈലൈറ്റർ ഇൻ ക്രീമാണ്. ഏത് സെലിബ്രിറ്റി മേക്കപ്പ് ലുക്കിൻ്റെ ഒരു റെഫറൻസ് പിക്ക് നമ്മളിപ്പോൾ എടുത്താലും അവർ ഇപ്പോൾ മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഗ്ലോയി ഡൂയി ഫിനിഷുള്ള മേക്കപ്പ് ആയിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൂമി ലിറ്റ് ക്രീം ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ആണ് അത് തരുന്നത്. നല്ല നാച്ചുറൽ ഗ്ലോ തന്നെ നമ്മുടെ ഫേസിന് കൊണ്ടുവരാൻ പറ്റും. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് സെറ്റിങ്സ് പൗഡർ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ HD കോമ്പാക്ട് പൗഡറാണ്. ലൈറ്റർ ഇട്ടതിന് ശേഷം എന്തിനാണ് സെറ്റിങ്സ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എടുത്തിരിക്കുന്ന റെഫറൻസ് പിക്കിൽ തൃഷ അത്രയും ഡൂയി ഗ്ലോയി ഒരു മേക്കപ്പ് അല്ല, അത്യാവശ്യം മാറ്റ് ഫിനിഷിലുള്ള ഒരു മേക്കപ്പാണ്. സോ അതുകൊണ്ടാണ് ഞാനതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത്ര ഒരു ഗ്ലോയി ഫിനിഷിങ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. നെക്സ്റ്റ് ഐബ്രോ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണും അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ നല്ല ഇച്ചിരി ഡാർക്കായിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ണെഴുതാനും ഐബ്രോ ഫില്ല് ചെയ്യാനും ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡാസ്ലർ എറ്റേണയുടെ ഐ ജെല്ല് വെച്ചിട്ടാണ്. ഇത് അടിപൊളിയാണ്. അതിൻ്റെ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുരികവും കണ്ണും ഒക്കെ ഒരേപോലെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് രണ്ടും ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്ലഷ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയതല്ല കേട്ടോ, ഞാൻ തന്നെ DIY ചെയ്ത് 2 പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ബ്ലഷാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും കാണണമെന്ന് വെച്ച് കണ്ടു നോക്കുക. നെക്സ്റ്റ് പിക്കിലെ പോലെ ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിന് വേണ്ടിയിട്ട് ഞാൻ 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ തൃഷ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞ് പൊട്ടാണ്, അതുപോലെ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ അതിനകത്ത് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ബാക്കിലോട്ടൊരു ബൺ ഹെയർ സ്റ്റൈലാണ്. അങ്ങനെ ഫുൾ മുടി ബാക്കിലോട്ട് എടുത്തൊരു ബൺ ചെയ്ത് ക്ലിപ്പ് വെച്ച് അതൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് അതിലുപയോഗിച്ചിരിക്കുന്ന ചോക്കർ ഇച്ചിരി ഒരു ഹെവി ആയിട്ടുള്ളതാണ്. അത്രയും ഹെവി എൻ്റെ കയ്യിലില്ല, ഏകദേശം ഈ ഒരു ചോക്കറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ അതൊന്ന് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ലിങ്ക് ഇട്ടുതരാം. പിന്നെ ചെറിയൊരു കമ്മൽ, ഇതിൻ്റെ ഈ ചോക്കറിൻ്റെ കമ്മലുണ്ട്, പക്ഷേ അങ്ങനത്തെ ഒരു സ്റ്റഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനൊരു സ്റ്റഡാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ മേക്കപ്പ് ഇഷ്ടമായോ? അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ഇത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു.